നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. മെയ് 5-ാം തീയതി 2 മുതൽ 5:20 വരെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് 2024 അഡ്മിറ്റ് കാർഡുകൾ exams.nta.ac.in/neet എന്ന വെബ്സൈറ്റിൽ നിന്നും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. NTA പുതിയ അറിയിപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡിൽ കുട്ടികളുടെ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറും പ്രിൻ്റ് ഔട്ടിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇന്നലെ ഏപ്രിൽ 2-ാം തീയതി വൈകുന്നേരം വരെ പല കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്തതിനകത്ത് ഫോട്ടോയും സിഗ്നേച്ചറും പ്രിൻ്റഡ് അല്ലായിരുന്നു. കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും അഡ്മിറ്റ് കാർഡിൽ മുകൾ ഭാഗത്ത് പ്രിൻ്റഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അഡ്മിറ്റ് കാർഡ് 3 പേജാണുള്ളത്. A4 സൈസിൽ 3 ഇൻഡിവിജ്വൽ ഷീറ്റുകളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കളർ പ്രിൻ്റ് ഔട്ട് ഏത് വേണമെങ്കിലും ആകാം. അങ്ങനെ ഒരു പ്രിൻ്റ് ഔട്ടിൽ റോൾ നമ്പറുണ്ട്, ആപ്ലിക്കേഷൻ നമ്പർ, കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഫോട്ടോയും സിഗ്നേച്ചറും ഇതിലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഒപ്പം ബാർകോഡും. ഇതിൽ സിഗ്നേച്ചറിന് അല്പം ക്ലാരിറ്റി കുറവൊന്നും യാതൊരു കുഴപ്പമില്ല, അതൊക്കെ അംഗീകരിച്ചത് കൊണ്ടാണ് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കുന്നത്. ഫോട്ടോയും സിഗ്നേച്ചറും ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ്, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, ഇംഗ്ലീഷ് അല്ലാത്ത ബാക്കി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ബൈലാംഗ്വലാണ്. 2 മീഡിയവും ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിനകത്തുണ്ടാകും. അതുപോലെ റിപ്പോർട്ടിംഗ് ടൈം എല്ലാവർക്കും 11 മണിയാണ്. 11 മുതൽ 1:30 വരെ ഏതൊരു കുട്ടിക്കും എക്സാം ഹാളിൽ പ്രവേശിക്കാനുള്ള അനുവാദമുണ്ടായിരിക്കും. 2 മുതൽ 5:20 വരെയാണ് എക്സാം. എക്സാം സെൻറ്ററിൻ്റെ പേരും അഡ്രസ്സും കൃത്യമായി നോക്കി മനസ്സിലാക്കി വെക്കുക. സെൽഫ് ഡിക്ലറേഷൻ, ഇത് നമ്മൾ പേനായിക്ക് പൂരിപ്പിച്ചുകൊണ്ട് പോകേണ്ടതാണ്. കാൻഡിഡേറ്റിൻ്റെ പേരും അഡ്രസ്സും. ഇടത്ത് സൈഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോഗ്രാഫ് പാസ്പോർട്ട് സൈസ് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ബ്ലൂ ഓർ ബ്ലാക്ക് കളർ കൊണ്ടുള്ള തമ്പ് ഇംപ്രഷൻ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇടുന്നു. സിഗ്നേച്ചർ ഇപ്പോൾ ഇടരുത്. എക്സാം ഹാളിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററിൻ്റെ മുൻപിൽ വെച്ച് മാത്രമേ അഡ്മിറ്റ് കാർഡിൽ സൈൻ ചെയ്യാവുള്ളൂ. ഇതാണ് 1-ാമത്തെ പേജ്. 2-ാമത്തെ പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള വലിയൊരു ബോക്സ് കാണാം. 6x4 വലിപ്പമുള്ള അപ്ലോഡ് ചെയ്ത അതേ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഫിക്സ് ചെയ്യുന്നു. അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകാനായി തയ്യാറായി കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. മുകളിൽ ഫോട്ടോയും സിഗ്നേച്ചറും ഉണ്ട്. ഡിക്ലറേഷൻ ഫോം നമ്മൾ പൂരിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ പേരും അഡ്രസ്സും നമ്മൾ പൂരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. പേന കൊണ്ട് പൂരിപ്പിച്ചു. ഇവിടെ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചു. ഇത് ഈ ബോക്സിനകത്ത് തന്നെ നിൽക്കണം നിർബന്ധമൊന്നുമില്ല. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ ചെയ്തു. ഈ കോളം ബ്ലാങ്ക് ആണ്. ഇതാണ് 1-ാമത്തെ പേജ്. 2-ാമത്തെ പേജിൽ ആ ബോക്സിനകത്ത് നമ്മളൊരു 6x4 വലിപ്പമുള്ള ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ചു. ഇത്രയുമാണ് നമ്മൾ നീറ്റ് എക്സാമിന് പോകാനായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് തയ്യാറാക്കേണ്ടത്. 2 പേജ് അഡ്മിറ്റ് കാർഡിനോടൊപ്പം വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫും, അത് ആധാർ കാർഡ് ആകാം, ആധാർ എൻറോൾമെൻറ്റ് ഫോം ആകാം, ആധാർ ആകാം. അതിനല്ലെങ്കിൽ പാസ്പോർട്ടോ +2ൻ്റെ ഹോൾ ടിക്കറ്റോ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഏത് വേണമെങ്കിലും നമുക്ക് ഒരു ID പ്രൂഫായിട്ട്, വാലിഡ് ID പ്രൂഫായിട്ട് എക്സാം ഹാളിൽ പ്രവേശിക്കും. ഒപ്പം ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാനുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ വിത്ത് വാട്ടറും നമുക്ക് നമ്മളെ എക്സാം ഹാളിലേക്ക് അനുവദിക്കും. അറ്റൻഡ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് അഡീഷണൽ ആയിട്ടൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും. മൊത്തം 3 ഫോട്ടോഗ്രാഫുകളാണ് വേണ്ടത്. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 1 പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയിലും. 3 ഫോട്ടോഗ്രാഫും നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ ഏത് രീതിയിലുള്ളതാണോ അതേ ഫോട്ടോഗ്രാഫ്. അതിലൊരു പാസ്പോർട്ട് സൈസും 1 പോസ്റ്റ് കാർഡ് സൈസും നമ്മൾ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കുന്നു. 1 അഡീഷണൽ ആയിട്ട് പാസ്പോർട്ട് സൈസ് അറ്റൻഡ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് നമ്മൾ കയ്യിൽ കരുതുന്നു. അപ്പോൾ 2 പേജ് അഡ്മിറ്റ് കാർഡ്, വാലിഡ് ID പ്രൂഫ്, അഡീഷണൽ ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫ്, വാട്ടർ ബോട്ടിൽ, ഇത്രയുമാണ് എക്സാം സെൻറ്ററിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഡ്രസ് കോഡ്, എനി ഐറ്റം ലൈക്ക് ടെക്സ്റ്റൽ മെറ്റീരിയൽ, അതായത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലെറ്ററുകൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലും നമ്മളെ ഷർട്ടോ അങ്ങനെയുള്ള ബനിയനുകളോ ടീഷർട്ടുകളോ ഒന്നും ടെക്സ്റ്റൽ മെറ്റീരിയൽ ആയിട്ടുള്ളതൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മളുടെ ഏതെങ്കിലും മെറ്റലായിട്ടുള്ള ലോഹനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ബെൽറ്റ്, വാച്ച്, റൈറ്റിംഗ് പാഡ്, പേന, സ്കെയില് എന്നിവയൊന്നും എക്സാം ഹാളിൽ അനുവദിക്കുകയില്ല. ഫുഡ് ഐറ്റംസ് ഒന്നും, നമ്മൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ മാത്രം, അതിൻ്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രം ലഘുവായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ അനുവദിക്കും. യാതൊരു കാരണവശാലും ഫുഡ് ഐറ്റംസോ മെഡിസിൻസോ ഒന്നും എക്സാം ഹാളിൽ അനുവദനീയമല്ല. ഡ്രസ് കോഡിനെ കുറിച്ച് നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല.
നീറ്റ് 2024 ആകെ ഡ്രസ് കോഡിനെ കുറിച്ച് പറയുന്ന ഈ ഒരു പാരഗ്രാഫ് മാത്രമേ നീറ്റിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിലുള്ളൂ. ഹെവി ക്ലോസ് ഓർ ലോങ് സ്ലീവ്സ്, ഫുൾ സ്ലീവ് ആയിരിക്കരുത്, ഹെവി ക്ലോസുകളും ആയിരിക്കരുത്, ആർ നോട്ട് പെർമിറ്റഡ്. ഹവർ ഇൻ കേസ് കാൻഡിഡേറ്റ്സ് കം ഇൻ കൾച്ചറൽ ഓർ കസ്റ്റമറി ഡ്രസ്സ്, നമുക്ക് മുസ്ലിം സഹോദരിമാരോ അല്ലെങ്കിൽ കന്യാസ്ത്രീ വിഭാഗമൊക്കെ അവരുടേതായിട്ടുള്ള കൾച്ചറൽ ഡ്രസ്സ് ഇടാം, കസ്റ്റമറി ഡ്രസ്സ് ഇടാം. അവർ എക്സാം സമയത്ത് റിപ്പോർട്ടിംഗ് ടൈമിൽ 11 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് മാത്രമേ ഉള്ളൂ. അവർ 1 മണിക്കൂർ മുമ്പെങ്കിലും മിനിമം റിപ്പോർട്ട് ചെയ്തിരിക്കണം. സ്ലിപ്പേഴ്സ്, സാൻഡൽസ് വിത്ത് ലോ ഹീൽസ് പെർമിറ്റഡ് ആണ്. ഹൈ ഹീൽ ചപ്പൽസും ഷൂ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഡ്രസ് കോഡിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ഹാഫ് സ്ലീവ് ആയിട്ടുള്ള യാതൊരുവിധ മെറ്റലുകളും ഇല്ലാത്ത ഏത് ഡ്രസ്സും ഉപയോഗിക്കാം. ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നീറ്റോ NTA ഒരിടത്തും പറഞ്ഞിട്ടില്ല. എക്സാം ടൈമിംഗ് നമുക്കെല്ലാവർക്കും കാണാം. നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ റിപ്പോർട്ടിംഗ് ടൈം 11 മണിയാണ്. അതായത് 11 മണി മുതൽ 1:30 വരെയുള്ള ഏത് സമയത്തും നമുക്ക് നീറ്റ് എക്സാം ഹാളിൽ പ്രവേശിക്കാം. 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. ഒരു കാരണവശാലും കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല. 1:30 1:15 നമുക്ക് നമ്മുടെ റോൾ നമ്പർ അസൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ സീറ്റിലിരിക്കാം. 1:30 മുതൽ 1:45 വരെ ഇൻവിജിലേറ്റേഴ്സ് കൃത്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. 1:45 ടെസ്റ്റ് ബുക്ക്ലെറ്റ്, പ്ലാസ്റ്റിക് എൻവലപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും OMRഉം അതിനകത്താണ്. അതും ഒരു പേനയും നമുക്ക് 1:45 തരും. 1:50 നമുക്ക് ആ പോളിത്തീൻ കവർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വെളിയിലെടുത്ത് പേന കൊണ്ട്, അവർ NTA ഇഷ്യൂ ചെയ്തിരിക്കുന്ന പേന കൊണ്ട് നമ്മളുടെ പേരും റോൾ നമ്പറും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ എഴുതാം. 2 മണിക്കാണ് നമുക്ക് OMR വെളിയിലെടുക്കുകയും OMRൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനായിട്ടും സാധിക്കുന്നത്. 2 മുതൽ 5:20 വരെയാണ് എക്സാം. എക്സാമിൻ്റെ ഇടയ്ക്ക് അറ്റൻഡ് ഷീറ്റിൽ ഫോട്ടോ ഒട്ടിക്കുന്നു, തമ്പ് ഇംപ്രഷൻ വെക്കുന്നു. എക്സാം ടൈം എഴുതാനായിട്ടും സൈൻ ചെയ്യാനായിട്ടൊക്കെ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങളെ സമീപിക്കും. അതിനൊന്നും നിങ്ങളുടെ എക്സാമിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവുകയില്ല. 11 മണിക്ക് നാം എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11:15 എല്ലാവരും എക്സാം സെൻറ്ററിൽ എത്തണം. ആഹാരമൊക്കെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ച് വാഷ്റൂമൊക്കെ ഉപയോഗിച്ച് ഏറ്റവും നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ ഒരു 12:30 അല്ലെങ്കിൽ 12:45 മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ആദ്യം നമ്മുടെ മെറ്റൽ ഡിറ്റക്ടറിലൂടെയുള്ള ഫ്രിസ്കിങ്, അതിനുശേഷം ബയോമെട്രിക്ക്, പിന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫിക്കേഷന്, അതുപോലെ തന്നെ ഐറിസ് ചെക്കിങ്, ഫോട്ടോ എടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് 1:15 നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന സീറ്റിൽ നമുക്ക് ഇരിക്കാം. ഈ സമയത്തൊക്കെ നമുക്ക് ഈ എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞിട്ടും നമ്മൾ എന്തിനെക്കുറിച്ചായിരിക്കണം ആലോചിക്കേണ്ടത്? കൂടുതലായിട്ട് പഠിക്കുന്നതിനെക്കുറിച്ചായിരിക്കില്ല. ഏറ്റവും അവസാനം 11:30 നമ്മൾ എക്സാം സെൻറ്ററിൽ ചെന്നതിന് ശേഷം നമ്മളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവേണ്ടത്? നമ്മളുടെ OMR ഷീറ്റ്, നമ്മളുടെ OMRനെ കുറിച്ചായിരിക്കണം ഏറ്റവും ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ. OMRനെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സാധിക്കും? നമുക്കറിയാം നമ്മുടെ OMR നമ്മുടെ എത്രയോ മോഡൽ എക്സാമുകൾ നമ്മൾ എഴുതി കഴിഞ്ഞാണല്ലേ. നമ്മുടെ പോളിത്തീൻ കവറിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എടുത്ത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ എഴുതി 2 മണിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ അല്ല 1:55 നമുക്ക് ആ സീൽ ബ്രേക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ സീൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് OMR വെളിയിലെടുക്കുകയും നമ്മുടെ റോൾ നമ്പർ, നമ്മൾ നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മുതൽ നമുക്ക് റോൾ നമ്പർ നമുക്ക് നന്നായിട്ട് അറിയാം. ആ റോൾ നമ്പർ നമുക്ക് ഈ 11:15 എക്സാം സെൻറ്ററിൽ ഇരിക്കുമ്പോൾ ഒരിക്കൽ കൂടി നോക്കുകയും റോൾ നമ്പർ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുകയും റോൾ നമ്പർ നമ്മൾ ആദ്യം എഴുതുന്നു. അതിനുശേഷം കറസ്പോണ്ടിങ് ആയിട്ട് ബബിൾ ചെയ്യണം. ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ആ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിൽ നമ്മൾ നമ്മുടെ സാധാരണ റഫ് പേപ്പറിലൊക്കെ ഒന്ന് എഴുതി പ്രാക്ടീസൊക്കെ ചെയ്യേണ്ടത് ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 മണിക്ക് അല്ല 1:55 2 മണിക്ക് റിയൽ എക്സാമിന് നമ്മൾ ആദ്യം റോൾ നമ്പർ നമ്മൾ എഴുതുന്നു, ബബിൾ ചെയ്യുന്നു, ടെസ്റ്റ് ബുക്ക്ലെറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കാൻഡിഡേറ്റിൻ്റെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, നമ്മളുടെ ഇൻവിജിലേറ്റേഴ്സ് എക്സാം തുടങ്ങുന്ന സമയങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം അതൊക്കെ നമുക്ക് ഏറ്റവും റഫായിട്ട് എത്രയും വേഗം നമുക്ക് എഴുതി തീർക്കാം. അതിലൊന്നും ഒരു വെരിഫിക്കേഷൻ ഇല്ല. എന്താണോ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ, ഇപ്പോൾ ആരുടെയെങ്കിലും ഇനി അഥവാ അഡ്മിറ്റ് കാർഡിൽ എന്തെങ്കിലും ഡേറ്റ മാറിപ്പോയിട്ടുണ്ടെങ്കിലും SIMAS അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെയുണ്ടോ അതുപോലെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് എഴുതുക. അവിടെ ഒന്നൊരു വെരിഫിക്കേഷൻ ഇല്ല. എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. റോൾ നമ്പർ എഴുതുമ്പോൾ മാത്രം ശ്രദ്ധിച്ചെഴുതുക. റോൾ നമ്പറിലൊരു തെറ്റ് വന്നാൽ പോലും നമുക്ക് നീറ്റ് എക്സാമിനെ ബാധിക്കില്ല എന്നുള്ളത് നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എങ്കിൽ പോലും
നമുക്ക് ആ പരീക്ഷ ഏറ്റവും നല്ല കംഫർട്ടായിട്ട് എഴുതുന്നതിന് റോൾ നമ്പർ കറക്റ്റായിട്ട് എഴുതുകയും റോൾ നമ്പർ കറക്റ്റായിട്ട് ബബിൾ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് നമ്മൾ എക്സാം സെൻറ്ററിൽ ചെല്ലുന്ന സമയത്ത് ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനായിട്ട് നമ്മളുടെ OMR എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളത് നമ്മളൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ നല്ലതായിരിക്കും. ഇതായിരിക്കും നമ്മുടെ നീറ്റ് 2024 ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ. നീറ്റ് എക്സാം മെയ് 5 യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്കറിയാം നമ്മളെ എത്രയോ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ തയ്യാറെടുപ്പുകൾ, നമ്മുടെ രക്ഷിതാക്കളുടെ പ്രാർത്ഥനകൾ, അതൊക്കെ ഏറ്റവും കൃത്യമായി നമുക്ക് നമ്മളുടെ OMR ഷീറ്റിൽ 200 ചോദ്യങ്ങളിൽ നിന്ന് 3 മണിക്കൂറും 20 മിനിറ്റും എടുത്തുകൊണ്ട് തന്നെ കൃത്യമായ 180 ഉത്തരങ്ങൾ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും നീറ്റ് എക്സാം എഴുതുന്നതാണ്. ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. അപ്പം ഏറ്റവും നന്നായിട്ട് നമുക്ക് ആ OMRൽ നമ്മളുടെ കഴിവനുസരിച്ച് ഏറ്റവും കൃത്യമായ ഉത്തരങ്ങൾ എഴുതാനായിട്ടുള്ള നമുക്ക് സമയം ഒക്കെ ആലോചിച്ച് കൃത്യമായ ഉത്തരങ്ങൾ നമ്മൾ എഴുതാനായിട്ടുള്ള ശ്രദ്ധ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പം OMRൽ എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനമുള്ളൂ. എത്ര നേരത്തെ എഴുതി തീർത്തു എന്നുള്ളതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് കഴിവതും 3 മണിക്കൂറും 20 മിനിറ്റും ഉപയോഗിച്ച് തന്നെ നീറ്റ് 2024 റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം ഏറ്റവും സുരക്ഷിതമായിരിക്കുവാൻ വേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. ഞങ്ങളുടെ എൻറ്റയർ ബ്രില്യൻ ടീമിൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളോട് എപ്പോഴും ഉണ്ടാകും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.